ഇമാജിൻ ചെയ്യൂ, നിങ്ങളുടെ എൻ്റയർ സൈറ്റ് വർക്ക്, അറ്റൻഡൻസ്, അപ്ഡേറ്റ്സ്, എക്സ്പെൻസ്, ലേബർ എല്ലാം ഒരു പ്ലേസിൽ മാനേജ് ചെയ്യുന്നു എന്ന്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് സൈറ്റ് സൂപ്പർവൈസർ മൊഡ്യൂളാണ്. ഇവിടെ നിങ്ങൾ എങ്ങനെ ഡിസൈനിൽ യൂസ് ചെയ്യാം ഒരു സൈറ്റ് സൂപ്പർവൈസറായി എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് അറ്റൻഡൻസ് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമ്മൾ ആദ്യം സൈൻ ഇൻ ചെയ്യുക. നമ്മൾ ഏത് ഇമെയിൽ ഐ ഡി ആണെന്ന് വെച്ച് അത് വെച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡാഷ്ബോർഡിൽ ലാൻഡ് ചെയ്യും. ഇവിടെ നിങ്ങളുടെ സൈറ്റിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാം. ടോപ്പിൽ തന്നെ നിങ്ങൾക്ക് ചെക്ക് ഇൻ ഫീച്ചർ കാണാം. അതിൽ ടാപ്പ് ചെയ്യുക, ലൊക്കേഷൻ എനേബിൾ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കറൻറ്റ് സൈറ്റ് സെലക്ട് ചെയ്യുക. പക്ഷേ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഉണ്ട്. നിങ്ങൾ സെലക്ട് സൈറ്റ് റേഞ്ചിൽ ഇല്ലെങ്കിൽ സിസ്റ്റം ഇൻസ്റ്റൻ്റായി നോട്ടിഫൈ ചെയ്യും. പക്ഷേ കറക്റ്റ് ലൊക്കേഷൻ ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസിയായി ചെക്ക് ഇൻ ചെയ്യാം. അതോടെ നിങ്ങളുടെ ടൈമും ലൊക്കേഷനും ഓട്ടോമാറ്റിക്കലായി റെക്കോർഡാവും. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പം ഞാൻ വേറെ ഒരു ലൊക്കേഷൻ കൊടുത്തു. അപ്പോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി അത് അനലൈസ് ചെയ്യും. കണ്ടോ, ഞാൻ ആ റേഞ്ചിലല്ലാത്തതുകൊണ്ട് എനിക്ക് ഇവിടെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഞാൻ എൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ കൊടുക്കാൻ പോവാം. കണ്ടോ, ഞാൻ ഇപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ കൊടുത്തുകൊണ്ട് എനിക്ക് ചെക്ക് ഇൻ ചെയ്യാം. അതുകൂടാതെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ നിൽക്കുന്ന സെൽഫി ഇതിനകത്ത് ആഡ് ചെയ്യാം, എന്നിട്ട് ഡൺ ചെയ്യാം. ഡൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഏത് ടൈം വിത്ത് ലൊക്കേഷൻ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് കാണിക്കും. എന്നിട്ട് ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഇനി വ്യൂ റിപ്പോർട്ടിൽ പോയിട്ട് നിങ്ങളുടെ അറ്റൻഡൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കാണാൻ പറ്റും. അതിനകത്ത് വ്യൂ റിപ്പോർട്ടിൽ പോവുക. നിങ്ങൾ എന്നൊക്കെ ചെക്ക് ഇൻ ചെയ്തെന്ന്, ഏതൊക്കെ ഡേറ്റും ടൈമും എല്ലാം ഡീറ്റെയിൽസും ഇതിനകത്ത് കാണാം. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ലീവ് എടുക്കണോ, അതിനായി ജസ്റ്റ് നിങ്ങൾ ഈ അപ്ലൈ ലീവ് സെക്ഷനിൽ പോവുക. ഇവിടെ പോയിട്ട് നിങ്ങൾക്കിപ്പോൾ ഏത് ലീവാണെന്ന് വേണ്ടത്, ലീവ് റിക്വസ്റ്റ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുകൂടാതെ നിങ്ങൾക്ക് ഇനി വർക്ക് ഫ്രം ഹോം ആണ് വേണമെങ്കിൽ അതും അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ ലീവ് റിക്വസ്റ്റായി എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇനി സിക്ക് ലീവ് ടൈപ്പ്, ഞാൻ സിക്ക് ലീവ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇനി ഡേറ്റ് മാർക്ക് ചെയ്യും. ഏതൊക്കെ ഡേറ്റാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ 31 തൊട്ട് 2 വരെ, അടുത്ത മാസം 2 വരെ ഞാൻ ലീവ് എടുക്കാമെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് റീസൺ വെച്ചാൽ അത് നമ്മൾ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഫീവറാണെന്ന് പറഞ്ഞ് റീസൺ കൊടുത്തു. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്തിട്ട് ഡൺ അടിക്കാം. അതാണ്ട് ഇങ്ങനെ വരും. പിന്നെ ഒരു വട്ടോടെ വരും. അപ്പോൾ നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇത് സബ്മിറ്റായി. ഇനി ഞാൻ അടുത്തതായി നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ ഇതിനകത്ത് നിങ്ങളുടെ സൈറ്റ് പ്രോഗ്രസ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അതിനായി നിങ്ങൾ ആദ്യം തന്നെ ഡാഷ്ബോർഡിലോട്ട് പോവുക. ഡാഷ്ബോർഡിൽ പോയിട്ട് ഇവിടെ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പ്രോജക്റ്റിൽ പോയിട്ട് നിങ്ങൾ ഏത് പ്രോജക്റ്റിലാണോ നിങ്ങൾക്ക് സൈറ്റിലെ ഡീറ്റെയിൽസും ഫോട്ടോസും എല്ലാം ആഡ് ചെയ്യേണ്ടത്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ നോക്കുക. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ എടുക്കാൻ പോകുന്ന എൻ്റെ ഒരു പ്രോജക്റ്റ്, ഈ പ്രോജക്റ്റിനകത്ത് പോവുക. പ്രോജക്റ്റിനകത്ത് സൈറ്റ് പ്രോഗ്രസ് അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ നടക്കുന്ന പ്രോഗ്രസ് എന്തോ ആയാലും അത് നിങ്ങൾക്ക് ആ ഇമേജ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം. അതിന് വേണ്ടി നിങ്ങൾ ആഡ് ഇമേജിൽ പോവുക. ആഡ് ഇമേജിൽ പോയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറി കിടക്കുന്ന ആ ഫോട്ടോ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഗാലറി കിടക്കുന്ന ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഞാൻ ഈ ഫോട്ടോ എടുക്കുക. എന്നിട്ട് ഇതിനകത്ത് എന്തെങ്കിലും റീമാർക്ക് പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഈ ക്ലയൻറ്റ് വിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ക്ലയൻറ്റ് വിസിബിലിറ്റി ഓൺ ചെയ്താൽ നിങ്ങളുടെ ക്ലയൻറ്റിനും ഈ ഇമേജ് അവരുടെ ക്ലയൻറ്റ് ആപ്പിൽ ഇരുന്ന് അവർക്ക് കാണാം. ഇനി ഞാനിത് അപ്ലോഡ് ചെയ്യാൻ പോവാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ക്ലയൻറ്റുമായിട്ടും ചാറ്റ് ചെയ്യാം. അതിന് ക്ലയൻറ്റ് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചാറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ നടത്താൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ ബട്ടണിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എവിടെ നിന്ന് ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളും സമയം ഡേറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലയൻറ്റിനും ഈ ഫോട്ടോ കാര്യങ്ങളെല്ലാം കാണാം, നിങ്ങളായിട്ട് ചാറ്റിങ് ചെയ്യാം. നിങ്ങളുടെ ക്ലയൻറ്റ് വിസിബിലിറ്റി ഓഫ് ചെയ്താൽ നിങ്ങളുടെ ക്ലയൻറ്റിന് ഇത് കാണാൻ പറ്റത്തില്ല ഈ ഫോട്ടോ. ഇങ്ങനെ നമുക്ക് നമ്മുടെ സൈറ്റിൽ നടക്കുന്ന ഫോട്ടോസും ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങനെ ആഡ് ചെയ്യാം. ജസ്റ്റ് ഈ ആഡ് ബട്ടണിൽ പോവുക. എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ ഒന്നെങ്കിൽ നിങ്ങൾ ഗാലറിയിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മാനുവലി എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തിട്ട് ക്ലയൻറ്റ് വിസിബിലിറ്റി വേണമെങ്കിൽ വിസിബിലിറ്റി ക്ലയൻറ്റ് കാണിക്കുന്നെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ സൈറ്റ് പ്രോഗ്രസ്സിനകത്ത് ആ ഫോട്ടോ വന്നു കിടക്കും. കണ്ടോ, അങ്ങനെ ആ ഫോട്ടോയും വന്നു. നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങളെ എക്സ്പെൻസ് ഇതിനകത്ത് ആഡ് ചെയ്യാം. അത് വെറും സിമ്പിളാണ്. അതിന് നിങ്ങൾ ഈ ഫിനാൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് പെറ്റി എന്ന് പറയുന്ന ഇതുണ്ട്, അപ്പോൾ അവിടെ പോവുക.
ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ എംപ്ലോയീസിൻ്റെ ബാലൻസും അവർ ചിലവാക്കിയ എക്സ്പെൻസും എല്ലാം. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ എന്ന് വെച്ചാൽ ഇതിനകത്ത് ബാലൻസ് 8,000 ഉണ്ട്. ഇനി ഞാൻ എൻ്റെ എക്സ്പെൻസ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായി നിങ്ങൾ മൈ എക്സ്പെൻസിൽ പോവുക. മൈ എക്സ്പെൻസിൽ പോയിട്ട് ആഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോയിട്ട് ഇപ്പോൾ ഇന്നത്തെ ദിവസം ഞാനൊരു 2,000 രൂപ എൻ്റെ എക്സ്പെൻസ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യുക. അത് സോഴ്സ് ക്യാഷ് ആയിട്ട് തന്നെ. ഏത് പ്രോജക്റ്റിലാണ് ഞാൻ അത് ചിലവാക്കിയിട്ടുള്ള ആ പ്രോജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. ഞാൻ എൻ്റെ ഒരു പ്രോജക്റ്റ് എടുത്തു. എന്നിട്ട് നിങ്ങളുടെ റിസിപ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ റിസിപ്റ്റും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം. എൻ്റെ എന്തെങ്കിലും റീമാർക്ക് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് റീമാർക്ക് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ 2,000 ചിലവാക്കിയെന്ന് വെച്ചാൽ എൻ്റെ ഒരു വുഡ് വർക്ക് ഉണ്ടായിരുന്നു, അതിന് ഞാൻ ചിലവാക്കിയെന്ന് പറഞ്ഞ് ഞാനൊരു റീമാർക്ക് കൊടുക്കുക. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ആഡ് എക്സ്പെൻസിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെൻസ് എന്താണെന്ന് വെച്ചാൽ അത് ഇവിടെ കാണിക്കും. നിങ്ങൾ ഇത്ര രൂപ ഇവിടെ ചിലവാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു. ഇനി ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ലേബേഴ്സിനെ ഇതിനകത്ത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന്. അതിനായി നിങ്ങൾ ആദ്യമേ പ്രോജക്റ്റിൽ പോവുക. പ്രോജക്റ്റിൽ പോയിട്ട് ഇവിടെ ലേബർ റിപ്പോർട്ടുണ്ട്. ലേബർ റിപ്പോർട്ടിൽ പോയിട്ട് ഇവിടെ ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആഡിൽ പോവുക. ആഡിൽ പോയിട്ട് ഇന്നത്തെ ഡേറ്റും ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര സ്കിൽ ലേബേഴ്സിനെ ഇന്ന് വന്നിട്ടുണ്ട്, അൺസ്കിൽ ലേബേഴ്സ് എത്ര കോർഡിനേറ്റേഴ്സ് ഉണ്ട്, എല്ലാം ഇതിനകത്ത് തന്നെ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഇപ്പോൾ കാറ്റഗറി എടുക്കുന്നത് ലൂസ് ഫർണിച്ചറിന് വേണ്ടിയാണ്. എന്നിട്ട് ഞാൻ വെണ്ടർ എടുക്കുക. അത് കഴിഞ്ഞിട്ട് എനിക്ക് 4 സ്കിൽ ലേബേഴ്സ് വന്നിട്ടുണ്ട്, 2 ഒരു കോർഡിനേറ്റർ. ഇത്രയും നമ്മൾ ആഡ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ റീമാർക്ക് അത് കൊടുക്കുക. ഞാൻ ഇതിനകത്ത് കൊടുക്കുക 6 people. ഇങ്ങനെ ഒരു റീമാർക്ക് കൊടുത്തിട്ട് സബ്മിറ്റ് അടിക്കുക. അതുകൂടാതെ ഇപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസമല്ല മുമ്പത്തെ ദിവസത്തെ ലേബേഴ്സിൻ്റെ റിപ്പോർട്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഈ ഡേറ്റ് ഒന്ന് മാറ്റിയാൽ മതി. ഇപ്പം മുമ്പത്തെ ഡേറ്റ് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഏത് ഇലക്ട്രിക് വർക്കിന് എവിടെ നിന്നാന്ന് വെച്ചാൽ എത്ര ആൾക്കാർ വന്നെന്ന് വെച്ചാൽ ആഡ് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെയും അങ്ങനെ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അതെ, ഇവിടെ എല്ലാം വന്ന് കാണും. അങ്ങനെ ഡിസൈലോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്മാർട്ടർ, ഫാസ്റ്റർ, എഫിഷ്യൻ്റായി റൺ ചെയ്യാം. ഒരു പേപ്പർ വർക്കും ഇല്ല, ഒരു കൺഫ്യൂഷനും ഇല്ല. എല്ലാം കൺട്രോൾ നിങ്ങളുടെ ഫോണിൽ തന്നെ. താങ്ക് യു സോ മച്ച്. വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയെന്ന്.